കോഴിക്കാർപ്പ് നമ്മുടെ ഒരു ഫേവറേറ്റ് ഫിഷ് ആവാൻ കാരണം എന്താണെന്നറിയോ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് കണ്ടോ? ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തീറ്റ ഇട്ട് കൊടുത്തു. ഇത് മീനുകളെല്ലാം ഇത് നമ്മുടെ കാലയിലേക്ക് വന്ന് നിൽക്കണുണ്ട്. എൻ്റെ അമ്പോ, ഇത് നമ്മുടെ സ്പാ ഫിഷ് വന്ന് കാലയിൽ മസാജ് ചെയ്യണ പോലെ ഇരിക്കണം. അതുകൊണ്ടോ അതുപോലെയാണ് വന്ന് നമ്മുടെ കാലയിൽ വന്ന് ഇങ്ങനെ തൊട്ട് മീനിൻ്റെ തീറ്റയൊക്കെ എടുത്തിട്ട് അവരങ്ങ് പോണതുകൊണ്ടോ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റും. അതുകൊണ്ടോ അടിപൊളി കോഴിക്കാർപ്പ് ഇതുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ല കളറുള്ള കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രീഡ് ചെയ്ത് ഇറക്കി വിട്ടതായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് കോഴിക്കാർപ്പ് പല സൈസുകൾ നമുക്ക് സെല്ലിംഗ് ഉണ്ട്. കോഴിക്കാർപ്പ് മാത്രമല്ല കേട്ടോ, കോഴിക്കാർപ്പിൻ്റെ ഇവിടെ നമ്മളിത് ടിൻഫോയിലിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇതൊക്കെ നമ്മുടെ ഇത് ആൽബിനോ ടിൻഫോയിലാണ്. നമ്മുടെ ഫാമിൽ വരുന്നവർക്ക് നേരിട്ട് ഇത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ കുളമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കോഴിക്കാർപ്പുണ്ട്. കൂടാതെ ഈ തൊട്ടപ്പുറത്തെ 2 കുളത്തിലും ഇത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന 2ാമത്തെ കുളത്തിൽ നമ്മൾ കോഴിക്കാർപ്പുകൾ ഇട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ആദ്യത്തെ കുളത്തിലാണെങ്കിൽ നമ്മൾ കോമറ്റ് ഗോൾഡും കോഴിക്കാർപ്പും ടിൻഫോയിൽ അങ്ങനെ കുറച്ചധികം മീനുകളെ മിക്സ് ചെയ്ത് നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെല്ലിങ്ങും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് നമ്മുടെ 15 രൂപ പീസ് റേറ്റ് വരുന്ന കോഴിക്കാർപ്പുകളാണ്. ഈ കോഴിക്കാർപ്പുകൾ 100 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഈ കളറുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 200 രൂപ റേറ്റ് വരുന്ന കോഴിക്കാർപ്പുകളാണ്. ഇതിൽ കൂടുതലും കൊബോത്തുകോയാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈസൊക്കെയാണെങ്കിൽ ഒരു 500 രൂപ പീസ് റേറ്റ് വരുന്ന സൈസുകളാട്ടോ. ഇനി അത്യാവശ്യം വലിപ്പമുള്ള സൈസുകളാണ്. ഇത് 850 രൂപയാണ് ഈ സൈസുകൾ റേറ്റ് ഇപ്പോൾ വരുന്നത്.